അതിന്റെ അർത്ഥം മണ്ണിന്റെ pH താഴെയാണെന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ചാരവും കുമ്മായവും സമം മിക്സ് ചെയ്തിട്ട് തുളി കൊടുക്കും. സമസമം ചാരവും കുമ്മായവും സമം എടുക്കുക, തുളി കൊടുക്കുക. തുളി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിന് കയ്പ് രസം കീടങ്ങളെ അകറ്റാം. ഏത് ഉപയോഗിക്കാം? കയ്പ് രസമുള്ള ഏത് ചെടിയും അരച്ച് കലക്കി തളിച്ചാൽ കീടങ്ങളെ അകറ്റാം. ചൂട്ടിലും ഒഴിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? കയ്പ് രസത്തിന് എന്താ കീട്ട്? അമൃത്. പാവക്കാ തിന്നാമുള്ളതാണ്. അമൃത്, ആഞ്ഞിരം, കിരിയാത്ത്, എന്തും കയ്പ് രസത്തിന് കീടങ്ങളെയും ചെതലിനെയും അകറ്റാം. ചെതലിനകറ്റണം. കയ്പ് രസത്തിന് അകറ്റാം. ഇപ്പൊ കയ്പിനെ പറ്റിയ എന്തെല്ലാം ഉണ്ട്? കാഞ്ഞിരമുണ്ട്, കരിങ്ങാട്ടയുണ്ട്, കിരിയാത്തുണ്ട്, അമൃതമുണ്ട്, അല്ലെങ്കിൽ ചെന്നിനായകമുണ്ട്. പച്ചമരുന്ന് കടന്ന് മേടിക്കുന്നത് ചെന്നിനായകമുണ്ട്. കയ്പ് രസത്തിന് കീടങ്ങളെ അകറ്റാം. അത് ചെടിയെ തളിക്കുക മാത്രം ചെയ്താൽ പോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കീടങ്ങളെ. ചെന്നിനായകം വാങ്ങിക്കാൻ ചെന്നിനായകം കിട്ടാൻ നിവൃത്തിയില്ല. വേറൊരു സാധനം വിളിച്ചത് നമ്മൾ മുടി വളരാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, എന്താ പറയാ? കറ്റാർവാഴ. കറ്റാർവാഴ കയ്പാണ്. കറ്റാർവാഴ വെള്ളത്തിലിട്ട് കലക്കി പിന്നെ ഇടിച്ച് പിടിച്ച് അതിന്റെ നീരെടുത്ത് പറ്റിച്ചതിന് ശേഷം കിട്ടുന്ന വസ്തുവാണ് ചെന്നിനായകം. ഇടിച്ച് പിടിഞ്ഞ് അതിന്റെ നീര് പറ്റിച്ച് എടുക്കുന്ന സാധനമാണ് ചെന്നിനായകം. ഇത് വെള്ളത്തിലിട്ടിട്ട് കുറെ കഴിയുമ്പോൾ ആ വെള്ളം എടുത്ത് തളിച്ചാല് കീടങ്ങളെ അകറ്റാം. കയ്പ് രസം ഏതിനും രൂക്ഷഗന്ധമുള്ള ഏത് പച്ചിലയും അരച്ച് കലക്കി തളിച്ചാൽ കീടങ്ങളെ. പെരിങ്ങലം എന്ന് പറഞ്ഞൊരു വസ്തുവാണ്. പെരിങ്ങലം നമ്മുടെ വട്ടയിലയായിട്ട് അത് ഇതുപോലെ തന്നെ ഇടിച്ചു പിടിഞ്ഞ് അതിന്റെ നീര് ഗംഭീര കഴിക്കണം. കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം തളിച്ചു കൊടുക്കും. കറ്റാർവാഴ ഇടിച്ച് അതിന്റെ എന്തെങ്കിലും വെച്ച് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ നീര് കിട്ടും. അത് ഫ്രഷായിട്ട് തളിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കാര്യം, ചെന്നിനായകം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പറ്റിച്ച് കഴിയുമ്പോൾ പകുതി പറ്റി കഴിയുമ്പോൾ ഗംഭീര കയ്പാണ്, സഹിക്കാൻ പറ്റില്ല. ചെന്നിനായകത്തിന്റെ കയ്പൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ അമ്മമാരൊക്കെ പണ്ട് എല്ലാ വർഷവും പ്രസവിക്കുമല്ലോ. അപ്പൊ മുതിർന്ന കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചുണ്ടിൽ തേച്ച് കൊടുക്കും. വെണ്ട തൈയുടെ ഇലയില് മഞ്ഞ നിറമുള്ള കുമ്പള പോലെ വെണ്ട 4-5 വിലയായി കിട്ടും. മഞ്ഞ കളറിലൊരു സംഗതി വരും, ഒരു വൈറസ് പിടിക്കുന്നുണ്ട്. അതിന് സാധാരണ കക്ക ഇട്ടുകഴിഞ്ഞാൽ മാറും. നമ്മൾ ഈ കക്ക പ്രയോഗം ചെയ്തിട്ട് വെണ്ട വയ്ക്കണമെങ്കിൽ അതുണ്ടാകത്തില്ല. വന്നു കഴിഞ്ഞാൽ പറിച്ച് ഇളകിയേ മാറും. ചീരയ്ക്ക് ഏറ്റവും നല്ലൊരു പരിപാടിയുണ്ട്. ചീരയ്ക്ക് നമ്മുടെ മത്തിയില്ല, മത്തിയോ മീനോ എന്തോ ആയിക്കോട്ടെ, 1 കിലോയ്ക്ക് 1 കിലോ ശർക്കര, 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. ഇത് കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ ദുർഗന്ധം അല്പം കൂടുതലായിരിക്കും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇവന് അലിഞ്ഞ് ചേരുമ്പോൾ സാധാരണ നല്ല പ്രഥമത്തിന്റെ മണം ഉണ്ടായിരുന്നു, കണ്ടപ്പോൾ വരും. എന്നിട്ട് അതിന് 10 ലിറ്റർ വെള്ളത്തിനകത്താക്കി 10-15 ലിറ്റർ വെള്ളത്തിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ എഴുതുന്ന വെള്ളപ്പൊട്ട് 100% മാറും. വെള്ളപ്പൊട്ടും ഒന്നക്കടിക്കാതിരിക്കരുത്. വെള്ളപ്പൊട്ട് മണ്ണിലുണ്ടെങ്കിൽ വെള്ളപ്പൊട്ട് വരികയില്ല. നേരത്തെ പറഞ്ഞില്ലേ, വാക്സ് കോട്ടിങ് കറക്റ്റ് ആണെങ്കിൽ വെള്ളപ്പൊട്ട് വരും. നമ്മൾ ഈ മണ്ണിലെ ആ ഫ്ലാറ്റ് കണ്ടിട്ട് കുറഞ്ഞു എന്നുള്ളതിന്റെ ലക്ഷണം സംശയമുള്ള അത് കക്ക കുമ്മായാണ്. കുമ്മായവും ചാരവും കുമ്മായം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അകറ്റിയെടുക്കാം. ഇപ്പൊ രൂക്ഷഗന്ധമുള്ള ഏതിലയും അരച്ച് കലക്കി തളിച്ചാൽ കീടങ്ങളെ അകറ്റാം. പിന്നെ കയ്പ് രസത്തിന് കീടങ്ങളെ അകറ്റാം. എരിവിന് കീടങ്ങളെ അകറ്റാം. ഏത് മുളകും കരണപ്പൊടി മുളക് എന്ന് പറയുന്ന ഒരു മുളകുണ്ട്, വെളുത്തത്, അത് അരച്ച് കലക്കി കീടങ്ങളെ അകറ്റാം. വഴുതനെ അരി മുളകിന്റെ അരിയും നമ്മൾ പിടിപ്പിച്ച് ഒരു ഞെട്ടിൽ 4 പടവലങ്ങ കിടന്നുണ്ട്. ഒരു ഞെട്ടിൽ 4 പടവലങ്ങ അഴുകി പോകുന്നു. ചാണകപ്പൊടി ഇട്ടിട്ട് ഈ മുളക് അരി പാകുന്നു. അത് പാകി മുളച്ച് 2 വരുമ്പോഴത്തേക്ക് അഴുകി പോകുന്ന ചോടഴുകൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മണ്ണിന്റെ pH ഞാൻ ഇപ്പൊ പറഞ്ഞത് അതിൻ്റെത് 5 ആണ്. അത് കേൾത്ത മണ്ണിന്റെ pH 5 ആണ്. നിങ്ങൾ ലാഭത്തിൽ പോകണം.
അഴുകൽ രോഗം വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മണ്ണ് അസിഡിക്കാണ്. അതിന്റെ കക്കായിട്ട് അല്ലെ കുമ്മായി ഇട്ട് മാറ്റണത്. മനസ്സിലായില്ലേ? അത് ചെടി വളർന്നു കഴിഞ്ഞാണ് അഴുകൽ രോഗം കാണുന്നതെങ്കിൽ ഉടനടി ചെയ്യാൻ, അടിയന്തരമായിട്ട് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് കുമ്മായ കലക്കിയിട്ട് ആ വെള്ളം പോയി കൊടുക്കും. മനസ്സിലായില്ലേ? ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അഴുകിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. കുഞ്ഞായിരിക്കുമ്പോൾ അഴിയ പോക്കാണ്. അതുകൊണ്ട് മുമ്പ് തടമൊരുക്കണം. തടമൊരുക്കണമെങ്കിൽ കുമ്മായി ഇട്ട് മണ്ണിളക്കി മണ്ണിൽ അത് എഴുതി ചേർത്ത് അതിന്റെ pH ഏതാണ്ട് കറക്റ്റ് രീതിയിൽ ആക്കിയിട്ട് വേണം. അത് ചെയ്തു പോയി വിഷമിടാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? വിഷമിടാതെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്ര കിലോ തൂക്കമുണ്ട്? ഒരു സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എത്ര കിലോ തൂക്കമുണ്ട്? സാധാരണ 2.5 കിലോ ഉണ്ട്, 3 കിലോ ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാം, ആവറേജ് 3 കിലോ എന്ന് പറയും, വിചാരിക്കുക. 3 കിലോ തൂക്കം ഒരു കുഞ്ഞിനുണ്ടെന്നിരിക്കട്ടെ. ഈ 3 കിലോ തൂക്കത്തിനുള്ളത് ഈ കുഞ്ഞ് എവിടെ നിന്നാണ് എടുത്തത്? അമ്മയിൽ നിന്നല്ലേ വലിച്ചെടുത്ത്. ആദ്യ ഏകകോശ ജീവിയായിരുന്ന ഈ കുഞ്ഞ് അമ്മയിൽ നിന്നും 3 കിലോ തൂക്കത്തിനുള്ളത് വലിച്ചെടുത്തിട്ടാണ് വെളിയിലേക്ക് വന്നത്. വെളിയിലേക്ക് വന്ന ഈ കുഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 60 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യനായി മാറി എന്നിരിക്കട്ടെ. കുറെ വർഷം കഴിഞ്ഞപ്പോൾ 60 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യനായി മാറി. ബാക്കി 57 കിലോ എടുത്താ വലിച്ചെടുത്തത്. ആഹാരത്തിൽ നിന്ന് മാത്രമാണോ? എല്ലാം ഇല്ലേ? അത് എവിടെ നിന്നാണ് കിട്ടണേ? അമ്മയിൽ നിന്നാണോ കിട്ടണേ? പ്രകൃതിയിൽ നിന്നാണ് അല്ലേ? അപ്പൊ പ്രകൃതി ആരാണ്? പ്രകൃതി അമ്മയല്ലേ? ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ളത് ഈ അമ്മ വലിച്ചെടുത്ത് എവിടെ നിന്നാണ്? പ്രകൃതി അല്ലേ? അപ്പൊ യഥാർത്ഥ അമ്മ ആരാണ്? ആ യഥാർത്ഥ അമ്മ വിഷമായാൽ, അതായത് അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വായിലേക്ക് ഇച്ചിരി വിഷം ഇട്ടാൽ കുഞ്ഞിനെ ബാധിക്കുമോ? ബാധിക്കില്ലേ? അങ്ങനെ യഥാർത്ഥ അമ്മ വിഷമയ ആയാൽ നമ്മളെ ബാധിക്കുമോ? ഉറപ്പല്ലേ? നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വിഷയിട്ടാലും അത് കറങ്ങി തിരിച്ച് മക്കളായ നമ്മുടെ ഉള്ളിൽ തന്നെ എത്തും. നിങ്ങൾ റബ്ബർ തോട്ടത്തിൽ അടിക്കുന്ന വിഷം മുഴുവൻ ഒഴുകിയെത്തി വേമ്പനാട്ട് കായലിൽ വന്നിട്ട് വേമ്പനാട്ട് കായലിലെ കക്ക ഇറച്ചിയിലും മീനിലും വന്നിട്ട് അത് തിന്നുന്ന മനുഷ്യരെല്ലാം വരും. എങ്ങും പോകാനില്ല. ഇത് ഒന്നേ ചെടിയിലെത്തും, ചെടി തിന്നുന്ന മനുഷ്യരിൽ വരും. പുല്ല് തിന്നുന്ന പശുവിൽ വരും, പശുവിന്റെ പാല് കഴിക്കുന്ന പശുവിന്റെ ഇറച്ചി കഴിക്കുന്നവർ വരും. നിങ്ങൾ വിഷം എവിടെ ഇട്ടാലും ഈ ഭൂമുഖത്ത് എവിടെ ഇട്ടാലും അത് കറങ്ങി തിരിഞ്ഞ് പല ജീവികളിലൂടെ സസ്യങ്ങളിലൂടെ കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ അത് മനുഷ്യനിൽ തന്നെ എത്തും. നമ്മളുടെ വിചാരം നമ്മൾ കൊണ്ടുപോയി പാടത്താണ് ഇടുന്നത്, മണ്ണിലേക്ക് തെങ്ങിന്റെ മണ്ടയിലാണ് ഇടണമെന്നാണ്. അല്ല, പ്രകൃതിയെ പറ്റി നമ്മളെ പറ്റി നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ബാഹ്യ പ്രകൃതിയും ആന്തരിക പ്രകൃതിയും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ നമ്മൾ ഒരു തരി വിഷം പോലും മണ്ണിലേക്ക് ഇടില്ല. മനസ്സിലല്ലേ? മണ്ണിലേക്ക് ഒരു തരി വിഷം ഇടുന്നതിന്റെ കാരണം മണ്ണ് അന്യമായി നമ്മൾ കണ്ടിരിക്കുന്നു. മനുഷ്യൻ ഈ മണ്ണാകുന്നു എന്ന തിരുവചനത്തിന്റെ പൊരുൾ എന്താണെന്ന് നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല. ഇത് ചൊല്ലും നമ്മൾ പറയും, പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മണ്ണിലേക്ക് വെള്ളത്തിലേക്ക് ഇടുന്നത് മുഴുവൻ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. എത്രയോ ടൺ നമ്മൾ ഇട്ട് കഴിഞ്ഞു, ഇനിയും ഇട്ടാൽ ഇന്നത്തെ മനുഷ്യന്റെ ശരീരത്ത് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിന്റെയും അപ്പുറത്ത് വിഷങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് എലിപ്പനി. എലിപ്പനി എന്ന് പേരിട്ടിരിക്കുന്നു. അതിന്റെ പേര് ഇട്ടിരിക്കുന്ന എലിപ്പനിയാണ്. എലി മൂത്രമൊഴിച്ചിട്ടാണെന്ന് നമ്മളപ്പുറത്ത് പഠിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ പണ്ടുകാലത്ത് എലി മൂത്രമൊഴിക്കില്ലായിരുന്നു. ഇപ്പൊ മാത്രമേ ഇപ്പോഴത്തെ എലി മാത്രമേ മൂത്രമൊഴിക്കുള്ളൂ. എലിപ്പനി വന്ന് മരിച്ച